ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ജെയിംസ് ജോസഫ് അധികാരത്തിൽ ഫ്രം ലൂട്ട്സ് ഫൊറൈൻ ചർച്ച് കോട്ടയം. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ഓരോ വിശ്വാസിയും ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം ഓർമ്മിപ്പിക്കട്ടെ. നിങ്ങളുടെ മൊബൈൽ ഫോൺ എടുത്ത് അതിൽ പ്ലേ സ്റ്റോറിൽ പോയി 50,000-ൽ പരം ആളുകൾ ഡൗൺലോഡ് ചെയ്തെടുത്ത മൈ പാരീഷ്, എന്നുകൂടി പറയട്ടെ, മൈ പാരീഷ് എന്ന ആപ്പ് നിങ്ങളുടെ ഫോണിലും ഇൻസ്റ്റാൾ ചെയ്യണം. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ എല്ലാ ഇടവകകളുടെയും ഇടവക അംഗങ്ങളുടെയും സമഗ്ര വിവരങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. നിങ്ങൾക്കും കുടുംബത്തിനും വളരെയേറെ പ്രയോജനം ചെയ്യുന്നൊരു സംവിധാനമാണിത്. 3 പ്രധാന ലക്ഷ്യങ്ങളാണ് ഇതിന് പിന്നിലുള്ളത്. ഒന്നാമതായിട്ട്, പരസ്പരം അന്വേഷിക്കുവാനും സഹായിക്കുവാനും ഇടവകാംഗങ്ങൾ തമ്മിൽ വിവരങ്ങൾ കൈമാറുവാൻ എളുപ്പം കഴിയുന്ന വിധത്തിൽ ഇടവകാംഗങ്ങളുടെയും ഇടവകകളുടെയും വിവരങ്ങൾ ലഭ്യമാക്കുക, ആർക്കും ലഭ്യമാക്കുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട്, ഇടവകാംഗങ്ങളുടെ വ്യക്തിവിവരങ്ങളും സർട്ടിഫിക്കറ്റുകളും അവർ നൽകിയിട്ടുള്ള സംഭാവന വിവരങ്ങളുമൊക്കെ ലഭ്യമാക്കുക, ട്രാൻസ്പെറൻ്റ് ആക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇൻഫർമേഷൻ ആക്സസിബിൾ ആക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തേത്, ഇടവകാംഗങ്ങളുടെ കഴിവുകളും വിഭവശേഷിയും ബിസിനസ്സും പരസ്പരം മനസ്സിലാക്കുകയും കൈമാറുകയും അതിലൂടെ പരസ്പരം ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. ലോഗിൻ ചെയ്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ലക്ഷ്യങ്ങളൊക്കെ മുൻനിർത്തി ഇടവകകളുടെയും ഇടവകാംഗങ്ങളുടെയും സമഗ്ര വിവരങ്ങൾ ഇതിൽ ലഭ്യമാണ്. ഓരോ വ്യക്തിയുടെയും കുടുംബ വിവരങ്ങൾ, ഇടവക ഡയറക്ടറി, വൈദിക ഡയറക്ടറി, വികാരിയച്ചൻ്റെ സന്ദേശങ്ങൾ, ലിറ്റർജിക്കൽ കലണ്ടർ, ഇടവക പ്രസിദ്ധീകരണങ്ങൾ, വിവിധ പ്രാർത്ഥനകൾ, വേദപാഠ വിവരങ്ങൾ, സർട്ടിഫിക്കറ്റുകൾ എന്നിവയൊക്കെ ഇതിൽ ലഭ്യമാണ്. ആവശ്യമുള്ള വിവരങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കുകയും ചെയ്യാം. ആദ്യമായി തന്നെ ഇടവക ഡയറക്ടറിയാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത്. അതിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഓരോ അംഗത്തിൻ്റെയും വിവരങ്ങൾ ഉണ്ട്. ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനോട് നിങ്ങൾക്ക് ആഡ് ചെയ്യണം. നിങ്ങളുടെ ഇടവകയുടെ ഓഫീസിലെത്തി വിവരങ്ങൾ കൊടുത്താൽ മതി. നിങ്ങളുടെ കുടുംബ വിവരങ്ങൾ പരിശോധിച്ച് കുറ്റമറ്റതാണ് എന്ന് ഉറപ്പുവരുത്തണം. എഡിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രത്യേക ഇൻപുട്ട് ഫോറം പൂരിപ്പിച്ച് ഇടവകയുടെ ഓഫീസിലെത്തിക്കാം. ഗൂഗിൾ ഫോമിലൂടെയും വിവരങ്ങൾ നൽകാം. ഇടവകയുടെ ഓഫീസിൽ നിന്ന് മാത്രമേ എഡിറ്റ് ചെയ്യുവാനായിട്ട് ഇപ്പോൾ സംവിധാനമുള്ളൂ. ഇങ്ങനെ നമുക്ക് മൈ പാരിഷ് എന്ന ആപ്പ് പല വിധത്തിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഒന്നാമത്തെ പ്രയോജനം എന്ന് പറയുന്നത്, ചങ്ങനാശ്ശേരി അതിരൂപതയിലെ എല്ലാ ഇടവക ദേവാലയങ്ങളുടെ സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ ഇതിൽ ലഭ്യമാണ്. വൈദികരുടെ വിവരങ്ങൾ, വിശുദ്ധ കുർബാനയുടെ സമയം, ഇടവക ബുള്ളറ്റിനുകൾ തുടങ്ങി ഓരോ ദേവാലയത്തെ സംബന്ധിച്ചിട്ടുള്ള സമഗ്ര വിവരങ്ങൾ ഇടവകാംഗങ്ങൾക്ക് ലഭ്യമാകും എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ മിസ്സിംഗ് ഉള്ളതായിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് ആഡ് ചെയ്യുവാനും നിങ്ങൾ പരിശ്രമിക്കണം. രണ്ടാമതായിട്ട്, ഇടവക ദേവാലയങ്ങളിലെ പ്രതിമാസ പരിപാടികൾ സംബന്ധിച്ചിട്ടുള്ള ലിറ്റർജിക്കൽ കലണ്ടറും സന്ദേശങ്ങളും ഇതിൽ ലഭ്യമാണ്. അതിൽ സ്വന്തം പരിപാടികളും ആഘോഷങ്ങളും നമുക്ക് പ്ലാൻ ചെയ്യാം. കല്യാണം ഹാൾ കിട്ടുമോ, അതുപോലെ തന്നെ ചടങ്ങുകൾക്ക് അന്ന് സമയമുണ്ടോ, പള്ളിയിൽ അന്ന് സമയമുണ്ടോ, ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് അറിയാനായിട്ട് കഴിയും. മൂന്നാമത്തെ പ്രയോജനം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഇടവകയിലെ ഓരോ അംഗത്തിൻ്റെ വിഭവശേഷിയും തൊഴിലും ബിസിനസ്സും നൈപുണ്യവും സ്വന്തം ഇടവകയിൽ എന്ന പോലെ മറ്റ് ഇടവകകളിലും ലഭ്യമാക്കുവാനും ബിസിനസ് വർദ്ധിപ്പിച്ച് അവരുടെ കഴിവുകൾ വിറ്റ് അല്ലെങ്കിൽ കഴിവുകൾ പ്രയോജനപ്പെടുത്തി അതിന് പ്രതിഫലം പറ്റുവാനും കഴിയും. മറ്റ് ഇടവകാംഗങ്ങൾക്ക് നിങ്ങളുടെ നൈപുണ്യങ്ങൾ ആവശ്യമുണ്ട്. നിങ്ങളൊരു ഹോം നേഴ്സായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു പ്ലംബറായിരിക്കാം, അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ ആയിരിക്കാം, ഡോക്ടറായിരിക്കാം, എഞ്ചിനീയർ ആയിരിക്കാം, ഏതെങ്കിലും തരത്തിൽ വീട്ടിൽ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവർക്കായിരിക്കാം, നിങ്ങൾ വിപണി കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കാം. അതിനൊക്കെ വളരെ പ്രയോജനമാണ്. സ്വയം തൊഴിൽ സംരംഭകർക്കും ബിസിനസ്സുകാർക്കും ഇതൊരു വലിയ പ്രോത്സാഹനമല്ലേ. ഈ അവസരം നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് ഓരോരുത്തർക്കും കഴിയണം. എല്ലാ വിഭാഗം തൊഴിലാളികളെയും അന്വേഷിക്കുന്നവർക്ക് ഇതൊരു വഴികാട്ടിയാണ്. തൊഴിലാളികളെ ആവശ്യമുണ്ടെങ്കിൽ കാറ്റഗറി തിരിച്ച് ആപ്പിൽ വിവരങ്ങൾ ലഭ്യമാണ്. സ്വന്തം ഇടവകയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖലയിൽ തൊഴിലാളികളില്ലെങ്കിൽ മറ്റ് ഇടവകയിലെയും ഡയറക്ടറി പരിശോധിക്കാവുന്നതാണ്. അതുകൊണ്ട് തൊഴിൽ ആവശ്യമുള്ളവർ, അതുപോലെ തന്നെ ഏതെങ്കിലും ജോലി ആവശ്യമുള്ളവർ, ഇതൊക്കെ അവരുടെ വിവരങ്ങൾ ഇതിനകത്തൊരു മിനി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് പോലെ പ്രവർത്തിക്കുന്ന ആപ്പിൽ നിങ്ങൾ നൽകുവാനായിട്ട് തയ്യാറാകണം. അതുപോലെ തന്നെ ഇടവകയിലെ വിവിധ കുടുംബങ്ങൾ, ഇടവകയിലെ വിവിധ അംഗങ്ങൾ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളും വസ്തുക്കളും വിപണനം ചെയ്യുന്നതിന് ആപ്പിലെ ഓൺലൈൻ മാർക്കറ്റിംഗ് സംവിധാനം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത് സംരംഭകർക്കും ബിസിനസ്സുകാർക്കും വളരെ പ്രയോജനകരമാണ്. നിങ്ങൾ ദേവാലയത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ ശരിയായിട്ട് വരവ് വെച്ചിട്ടുണ്ടോ എന്നറിയുവാനായിട്ട് കഴിയും. അതുകൊണ്ട് സുതാര്യത ഉറപ്പുവരുത്തുന്നതിന് ഈ ആപ്പിൻ്റെ സംഘാടകർ ഇതിലുണ്ടാക്കിയിരിക്കുന്ന സംവിധാനങ്ങൾ വളരെ പ്രശംസനീയമാണ്.
ഇടവക അംഗങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് വിവരങ്ങൾ ശേഖരിച്ച് ബ്ലഡ് ബാങ്ക് തയ്യാറാക്കുക എന്നത് ഈ സംവിധാനത്തിൻ്റെ മറ്റൊരു ലക്ഷ്യം കൂടിയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നിലവിൽ ഇത് ആപ്പിലെ വിവരങ്ങൾ സമ്പൂർണ്ണമായിട്ടില്ല. ഇത് സമ്പൂർണ്ണമാക്കുക എന്നത് ഓരോ ഇടവക അംഗത്തിൻ്റെയും ഓരോ ഇടവകയുടെയും ഉത്തരവാദിത്തമാണ്. വിവരങ്ങൾ ഇതിൽ എൻ്റർ ചെയ്യുവാനായിട്ട് ഓരോരുത്തരും തയ്യാറാവണം. ഓരോ ഇടവകാംഗവും തങ്ങളുടെ വ്യക്തി വിവരങ്ങളും ബിസിനസ് വിവരങ്ങളും തൊഴിൽ വിവരങ്ങളും കൃത്യതയോടെ ഇതിൽ നൽകേണ്ടതായിട്ടുണ്ട്. ഓരോ കുടുംബത്തെയും സംബന്ധിച്ച കുറ്റമറ്റ വിവരങ്ങളാണ് നൽകിയിട്ടുള്ളത് എന്ന് ഉറപ്പുവരുത്തണം. നൽകേണ്ടതായിട്ടുള്ള അധിക വിവരങ്ങൾ നൽകുകയും വേണം. ഇടവക അംഗങ്ങൾക്ക് പരസ്പരം വിളിച്ചന്വേഷിക്കുന്നതിന് ഫോൺ നമ്പർ ഇവിടെ ലഭ്യമാണ്. താല്പര്യമില്ലെങ്കിൽ ഫോൺ നമ്പർ ഹൈഡ് ചെയ്യാനും സൗകര്യമുണ്ട്. പ്രതിഫലം പറ്റിയോ അല്ലാതെയോ മറ്റുള്ളവർക്ക് സേവനം നൽകുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം കഴിവുകളും ബിസിനസ്സുകളും സേവന സംവിധാനവും ഒക്കെ വിവരങ്ങൾ ആപ്പിൽ പബ്ലിഷ് ചെയ്യണം. മറ്റുള്ളവരറിയട്ടെ നമ്മൾ എന്തൊക്കെ സേവനങ്ങളാണ് നൽകുന്നതെന്ന്. അവരത് പ്രയോജനപ്പെടുത്തട്ടെ. നമുക്ക് തീർച്ചയായിട്ടും നേട്ടവും ഉണ്ടാവും. നിലവിലെ ആപ്പിൽ വിവര ലഭ്യത സമ്പൂർണ്ണമായിട്ടില്ല. വിവരങ്ങൾ കൃത്യമായി നൽകുന്നതിൽ ഓരോരുത്തരും തങ്ങളുടെ കടമകൾ നിർവഹിച്ചാൽ മാത്രമേ മൈ പാരിഷ് ആപ്പിൽ സമഗ്ര വിവരങ്ങൾ ഉൾപ്പെട്ടു വരികയുള്ളൂ. അത് അതിരൂപതയുടെ വളരെ ഒരു സമ്പന്നമായിട്ടുള്ളൊരു പ്രോപ്പർട്ടി ആയിട്ട് മാറുകയും ചെയ്യും. അതിനുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവട്ടെ. നമുക്ക് ഒന്നിച്ച് വളരാം, ഒന്നിച്ച് മുന്നേറാം.